ഞങ്ങൾ BCM കോളേജിലെ 3ാം വർഷ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ ഇന്നിവിടെ പാടാൻ പോകുന്നത് സ്റ്റെപ്പ് ഇൻ ടു ദി വാട്ടർ എന്ന പാട്ടാണ്. അത് ഞങ്ങൾ 2013 MG യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് പാടിയതാണ്. അതിലെ തീം എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും യേശു നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ഈവൻ നമ്മുടെ ഈ ലോകത്തിലുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും നമ്മുടെ ഒപ്പം എപ്പോഴും കാണില്ല, പക്ഷെങ്കിൽ ഏതൊരു സാഹചര്യത്തിൽ നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് യേശു എന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു നല്ലൊരു പാട്ടാണ് സ്റ്റെപ്പ് ഇൻ ടു ദി വാട്ടർ. Wade out a little bit deeper, wet your feet in the water of His love. Step into the water, wade out a little bit deeper, come join angels singing praises to the Lamb of God. It is time we the people stand up for what is right. It is time we spread our shoulders back, raised our swords to fight. For the Bible is a weapon, and the Spirit is our shield. The church needs more of its members to be workers in the field. Step into the water, wade out a little bit deeper, wet your feet in the water of His love. Step into the water, wade out a little bit deeper, come join angels singing praises to the Lamb of God. There is victory for the Christian who walks the narrow way. There has been a prize appointed for the soul who does not stray. Oh, I want to live for Jesus, be all that I should be, so that I can rest with Him forever, live eternally. Step into the water, wade out a little bit deeper, wet your feet in the water of His love. Step into the water, wade out a little bit deeper, come join angels singing praises to the Lamb of God. അൾത്താരിനുള്ളിൽ
BCM കോളേജിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് മാർഗംകളി എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ വർഷത്തെ 2013 MG യൂണിവേഴ്സിറ്റിയുടെ ഉൾവര 2013 3rd പ്രൈസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികളാണ് ഇവർ ഓരോരുത്തരും. ഇതിൽ ഞങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ കോളേജും ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ കരുണ, അതുപോലെ തന്നെ ഒത്തിരിയും വ്യക്തികൾ നമുക്ക് ഇതിൻ്റെ പുറകിലുണ്ട്. ഞങ്ങളുടെ ഈ മാർഗംകളിയുടെ ഒരു വലിയ ഒരു ആധാരം തന്നെ, ഞങ്ങൾക്കൊരു ശക്തിയാണ് ഞങ്ങളുടെ എൽസി ചേച്ചി. 30 വർഷമായിട്ട് എൽസി ചേച്ചി ഈ BCM കോളേജിലുണ്ട്. ചേച്ചിയാണ് മാർഗംകളി ഇത്രയും ഈ പിള്ളേരെല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് ഇത്രയും ഒരു നല്ല നിലയിലെത്തിച്ചത്. ഞങ്ങളിവിടെ ഇപ്പോൾ മാർഗംകളി പെർഫോം ചെയ്യാൻ പോകുന്നു. മേനി
മനുഗുണമുടയവൻ അരുളാൻ വാനവൻ മഹിമയോടെത്തിയ നിന്നുടനെ ഇടതെത്തെ മറുതല നീറിക്കെടും അതിലൊരു തേരത് മംഗലമായവൻ പുകീച്ച് ഇടതെത്തെ കൈക്കൊണ്ടവർ ഒരു ഞൊടിയറവാൻ ചിന്നറിയിച്ചവർ ചിന്നമലക്കെ ഇടതെത്തെ കരുണയോട് ഇത് വഴി ചൊൽവതിനഴകാൻ അങ്ങുമിങ്ങും മന ഇത് ഭരിച്ച് ഇടതെത്തെ നലമുട് പല കിന്നര മഴകാൽ നന്ദുണിയും കടപലതരമേ തീ നന്മ വരുമ്പോൾ ബലമുടി ഉറച്ചത് നന്നായി മൽക്കാൽ പുലുമ്പീതെ ഉടുമ്പിൽ നിന്നുയരത്താകാശേ ഉയരവനിരിപ്പിടം പുകീച്ച് ഇടതെത്തെ വച്ചൊരു തനിമിത് മക്കളും മനിതന് മരണ പഠിപ്പ് നടപ്പവളെ വൻവിനിയൊഴി പെരിയവൻ അത് വഴി തരമോട് തേടി പുലരാമേ മരിയ എന്നൊരു സാധാരണ പെൺകുട്ടിയുടെ കഥയാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത്. ഒരുപാട് വേദനകളും യാതനകളും സഹിച്ച അവളുടെ ജീവിതം ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കുകയാണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമുണ്ടെന്ന് അവളുടെ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി ബെസ്റ്റ് സോഷ്യൽ വർക്കർ അവാർഡ് നേടിയ നമ്മുടെ പ്രിയങ്കരിയായ മരിയ ജോസഫിനെ മറുപടി പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ വലിയൊരു പ്രാസംഗികയൊന്നുമല്ല, നിങ്ങളെപ്പോലെ തന്നെ സാധാരണ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ. ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു കഥയാണ്. ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരു പാവം പെൺകുട്ടിയുടെ കഥ. അവളെ നിങ്ങൾക്ക് മരിയ എന്ന് വിളിക്കാം. അവളുടെ കഥ ഒരു ചിത്രം പോലെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Good morning, students. Good morning, teacher. Attendance, please. Meka, Present, teacher. Maria, Present, teacher. Sneha. പ്രസന്റ് ടീച്ചർ. നിന്റെ യൂണിഫോം എവിടെ? ടീച്ചർ, അത് ഇന്ന് ഇവളുടെ ബർത്ത്ഡേ ആണ്. ഓ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നിങ്ങളുടെയൊക്കെ പേപ്പർ ഞാൻ ചെക്ക് ചെയ്തു. എന്താ നിങ്ങളതിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്? ആ, പിന്നെ മരിയയുടെ പേപ്പർ നോക്കിയപ്പോഴാണ് ആശ്വാസമായത്. എല്ലാ വട്ടത്തെ പോലെ മരിയയ്ക്ക് ഈ വട്ടം ഫെസ്റ്റ് ഉണ്ട്. ആ, പിന്നെ ഒരു കാര്യം, മരിയ അന്ന് സെൻറ്റ് ആൻസിലൊരു എലക്യൂഷൻ കോമ്പറ്റീഷൻ, റൈറ്റ്? ആ, അത് പോയില്ലേ? അതിൽ മരിയയ്ക്ക് ഫെസ്റ്റ് ഉണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് 5,000 rupees ക്യാഷ് പ്രൈസ്. അതിനും കൺഗ്രാറ്റ്സ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, മതി മതി മതി, ഒരു അർജൻറ്റ് ടീച്ചേഴ്സ് മീറ്റിംഗ്, അതുകൊണ്ട് ക്ലാസ് ഉണ്ടായിരിക്കത്തില്ല. സോ സീ യു ടുമോറോ. Thank you, teacher. ഇതെന്താ വാതിലൊക്കെ തുറന്നിട്ടിട്ട് പോയേക്കുന്നേ? അതൊന്ന് ലീവാണോ? ഈശ്വര, ഇന്നെങ്കിലും എൻ്റെ അമ്മ ഒന്ന് സന്തോഷത്തോടെ എന്നോട് പെരുമാറിയിരുന്നെങ്കിൽ, എൻ്റെ മാർക്സ് കേൾക്കുമ്പോൾ എന്നെ അഭിനന്ദിച്ചിരുന്നെങ്കിൽ. ദൈവമേ, നീ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരണമേ. അമ്മേ, അമ്മേ. ആ, നീയായിരുന്നോ? നീ എന്നാ ഈ നേരത്ത്? അമ്മേ, ഇന്ന് ഉച്ചയ്ക്ക് സ്റ്റാഫ് മീറ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് നേരത്തെ വിട്ടു. ഓ, ആ ഏതായാലും വന്ന കാര്യമേ. എനിക്ക് അടുക്കളയിൽ കുറെ പണിയുണ്ടായിരുന്നു. നീ ഒരു കാര്യം ചെയ്യും, ആ രാവിലത്തെ കുറെ പാത്രം കഴുകാനുണ്ടേ, അതും പിന്നെ അങ്ങേറെ കുറെ തുണി നനയ്ക്കാനും ഒക്കെ ഉണ്ട്. നീ ഓടിച്ചല്ലേ? അമ്മേ, കാപ്പി കുടിച്ചിട്ട് പോരെ അമ്മേ. കാപ്പിയോ? നീ എന്താ ഇതിന് മാത്രം വലിയ ജോലി ചെയ്തിട്ട് വന്നാണോ? നിനക്ക് നീ കാപ്പി കുടിച്ചു തരാം, കേറിപ്പടയാത്ത. അമ്മേ, എനിക്ക് ഇംഗ്ലീഷിന് ഫുള്ള് മാർക്സ് ഉണ്ട്. അത് മാത്രമല്ല, ക്യാഷ് അവാർഡും കിട്ടി. ക്യാഷ് അവാർഡോ? ആ. എന്നിട്ട് കാണിച്ചു കാണിച്ചു. ഓ, ഇത് 5000 രൂപയാണല്ലോ. കാര്യം കേട്ടോ. എടി കൊച്ചൻ, ഞാൻ പറഞ്ഞില്ലായിരുന്നു അന്ന് ഞാൻ മീനാൻ്റെ കൂടെ പൊന്നൂസ് എക്സ്ചേഞ്ച് പോയെന്ന്? അന്നൊരു മിന്നുന്ന സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? ഈ 4995 രൂപയുടെ അത് വാങ്ങിക്കണം നമ്മൾ വിഷമിച്ചിരിക്കായിരുന്നു. പൈസ അങ്ങോട്ട് കിട്ടുന്നില്ലായിരുന്നേ. നീ ഏതായാലും കറക്റ്റ് സമയത്ത് തന്നെ കൊണ്ടു തന്നെ. അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞ വഴക്ക് പറയരുത്. എനിക്ക് അത് വെച്ച് 2 ഡിക്ഷണറീസ് വാങ്ങിച്ചു തരണം പ്ലീസ് അമ്മേ. ഡിക്ഷണറിയോ? അല്ല, നിനക്ക് ഉള്ള പുത്തനം കൊണ്ട് പഠിച്ചാൽ
പോരെ. അല്ലെങ്കിൽ തന്നെ നീ IAS പോവുക. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഇവിടെ വന്നേ തൊട്ട് അന്ന് തൊട്ട് ഈ കുടുംബം നശിക്കാൻ തുടങ്ങിയതാ. അത് ഞാനാണെങ്കിൽ തളർവാദം പിടിച്ച് താഴെ നടക്കും. അത് പിന്നെ ഉള്ളതും ഇല്ലാത്തതും കണക്കാ. ഇനി ഈ കുടുംബം മുമ്പോട്ട് പോകുന്നത് എന്റെ സാമർത്ഥ്യം ഒന്നോട്ട് മാത്രം. അത് നീ മനസ്സിലാക്കിക്കോണം. കയറിപ്പോടകത്ത് ചുമ്മാ എന്റെ വായന കേൾക്കാൻ. ആ മീനെ ഒന്ന് വിളിച്ചേക്കാം. എനിക്കിപ്പോ ശീലമായി. എന്തായാലും എന്റെ അമ്മയല്ലേ, ഭർത്താവ് എന്താ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്? തെറ്റ് ചെയ്യുന്നവരോട് കൊടുക്കാനല്ലേ. സാരമില്ല അച്ഛാ. അല്ല, ഇതെന്താ ഈ വെള്ളമൊന്നും കുടിക്കാതെ വെച്ചിരിക്കുന്നേ? എഴുന്നേറ്റേ വാ. മീനയോ? വാ വാ വാ, ഓടിയോ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളന്ന് പൊന്നൂസ് ടെക്സ്റ്റൈൽസിൽ പോയപ്പോഴേ ആ മിന്നുന്നൊരു സാരി കണ്ടില്ലായിരുന്നോ? കണ്ടു കണ്ടു കണ്ടു. നിനക്ക് എനിക്ക് പച്ച സാരി നമുക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞേ. ആ അത് വാങ്ങിക്കാനുള്ള കാശൊക്കെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുണ്ടേ. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ പോകാം. അല്ലെ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാലേ പിന്നെ അതും നടക്കത്തില്ല. ശരിയാ. അല്ല, നിന്റെ കൊച്ചിന് എന്നാണ്ട് സമ്മാനം കിട്ടിയെന്ന് എന്റെ മോള് പറഞ്ഞായിരുന്നല്ലോ. ആ അതേതാണ്ട് ചക്കരം കിട്ടിയതാ. ഞാനൊന്നും അന്വേഷിക്കാൻ പോയില്ല. മരിയ, ഡി മരിയ, എന്നാ അമ്മേ? നീ ഇവിടെ എന്തോ കാണിച്ചോണ്ടിരിക്കുക? അമ്മ ഞാൻ അച്ഛന്റെ അടുത്തായിരുന്നു. നീ അധികാരം കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാണ് നോക്കണ്ടേ? അമ്മ ഞാൻ തൂക്കാൻ പോകുമായിരുന്നു. അപ്പോഴും അച്ഛന് വെള്ളം കൊടുക്കേണ്ട കാര്യം ഓർമ്മ വന്നേ. അല്ലേലും ഇവക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാ. തെറിച്ച വർത്താനം പറയാൻ തുടങ്ങി. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേടി? നീ ഒന്നും പറഞ്ഞില്ലേ? അഹങ്കാരി. ഇവിടെ ഇത്ര അഹങ്കാരിയാന്ന് ഞാൻ വിചാരിച്ചില്ല. നിനക്ക് വാടച്ച് നിൽക്കാൻ അറിയത്തില്ലടി. നല്ല അടികിടത്തിന് അസുഖം കേട്ടോ. അമ്മ ഞാൻ അതിനൊന്നും. നീ ഒന്നും പറഞ്ഞില്ലെന്ന്. എന്തോ പറഞ്ഞു? എന്തോ പറഞ്ഞു? അഹങ്കാരി. നന്നായി, അവക്ക് കിട്ടണ്ട തന്നെ കിട്ടിയേ. ആ തീർപ്പി കാപ്പി എടുക്കടി പോ. ആന്റി, ഇതാ ഞാനാ പറഞ്ഞ കുട്ടി. മോളെ, പെറ്റമ്മ മറന്നാലും മറക്കാത്ത ദൈവസ്നേഹം നിന്നോട് കൂടിയുണ്ട്. ജീവിതത്തിൽ എന്നും ഒരു താങ്ങായി ഈ ജപമാല നിന്റെ കൈകളിലിരിക്കട്ടെ. ഇതാണ് എൻ്റെ ജീവിതം. അതിനുശേഷവും മരിയക്ക് ഒരുപാട് യാതനകളുണ്ടായി. പക്ഷെ ദൈവത്തിൻ്റെ ദൂതന്മാരെ പോലെ അവളുടെ കണ്ണുനീരൊപ്പാനും അവൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും ഒരുപാട് പേർ അവളോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മരിയ എന്ന ഈ ഞാൻ ഇന്ന് ഈ ലോകമറിയുന്ന സാമൂഹ്യ പ്രവർത്തകയായി മാറാൻ സാധിച്ചത്. എനിക്ക് നിങ്ങളോട് പറയാൻ 2 കാര്യങ്ങളേ ഉള്ളൂ. അതെന്റെ ജീവിതത്തെ മാറ്റിമറിച്ച 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പുക. അതാണ് ഏറ്റവും ഉത്തമമായ പ്രവൃത്തി. രണ്ടാമത്തേത്, ദൈവത്തിന്റെ സ്നേഹം. അതാണ് ഏറ്റവും മഹത്തായ സ്നേഹം. അതിൽ വിശ്വസിക്കുക, അതിൽ നിലനിൽക്കുക. ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും നേരിടാൻ അത് നിങ്ങളെ സഹായിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.